അഖിൽമാരാർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റ് തന്നെയാണ്. പിന്നെ കണ്ടന്റ് വെച്ചിട്ട് ഒരിക്കലും വ്യക്തിനെ ജഡ്ജ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് നിയാസിന് ആക്ച്വലി നല്ലൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ നമുക്ക് ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റി. അവിടെ പറഞ്ഞ കണക്ക് തന്നെ ലൈക്ക് ഈ ഒരു 35 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇന്നേ വരെ സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ കള്ളുടിക്കുകയോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡ്രഗ്സോ കഞ്ചോ ഒന്നും ഞാൻ ഇന്നേ വരെ ട്രൈ പോലും ചെയ്തിട്ടില്ല. ഈവൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ, സോ അതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ലഹരി അല്ലെങ്കിൽ എൻ്റെ ഡ്രഗ് എന്ന് പറയുന്നത് ഇതേപോലെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലെത്തുക, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക. സോ അതൊക്കെ തന്നെയാണ് എൻ്റെ എന്താ പറയുക ലഹരി എന്ന് പറയുന്നത്. സോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആംബിഷൻസിനെയൊക്കെ നിങ്ങൾ ലഹരിയാക്കി എടുക്കുക, ഡ്രഗാക്കി എടുക്കുക. അതിന് പുറകെ നിങ്ങൾ ചേസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. വെറുതെ അനാവശ്യമായിട്ട് ഈ ഡ്രഗ്സിൻ്റെ എല്ലാം പിന്നാലെ പോയിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അത്ര തന്നെ. വേറെന്തെങ്കിലും? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നേരത്തെ കാലം ആക്റ്റീവ് അല്ലല്ലോ, അതെന്താണ്? അല്ല, ഞാൻ ആക്ച്വലി ഒരു 1 ഇയർ വരെ മാക്സിമം ഞാൻ എന്ത് ചെയ്തു, ബിഗ് ബോസിന് ശേഷം ലൈവായിരുന്നു. മാക്സിമം റീച്ച് കിട്ടി, അത്യാവശ്യം കുറച്ച് പേര് അറിയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രൊഫൈൽ ലോ പ്രൊഫൈലാക്കി കീപ്പ് ചെയ്തു. അത് കഴിഞ്ഞാലും ഞാൻ എൻ്റെ ആംബിഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഗോൾസ് എല്ലാം ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി വെൽമൗണ്ട് ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ജോയിൻ ചെയ്തു. അടുത്തൊരു 6 മന്ത്സിൽ വലിയൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതിൽ എന്താ പറയുക, ഇനി അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഗ്രാജുവലി നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഹണിമൂൺ ട്രിപ്പുകളിലൊക്കെ ആയിരിക്കും 2 വർഷത്തെ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ചെറിയൊരു വോർ സിറ്റുവേഷൻ ഇതൊക്കെ വന്നില്ല. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. മേ ബി ചിലപ്പോൾ ഈ മന്ത് എന്തല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് പോകുന്നതായിരിക്കും. അതെന്തായാലും അവിടെ തന്നെ ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ വാറൻ്റെ ഇത് പറഞ്ഞോളൂ, ഇപ്പോൾ അഖിൽമാരാർ അതിനെക്കുറിച്ചൊരു പരാമർശമൊക്കെ നടത്തിയിരുന്നത്, അതിനെക്കുറിച്ച് റോബിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അഖിൽമാരാർ ആക്ച്വലി സത്യം പറഞ്ഞാൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ചില അഭിപ്രായങ്ങൾ പറയുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിലും പുള്ളിക്കാരൻ മാക്സിമം എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ആംബിഷൻ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. സോ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പുള്ളിക്കാരനെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വന്ന ഒരാളാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഫാമിലിയിൽ നിന്നും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും റെസ്പെക്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ഇപ്പം കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം മേ ബി ചിലപ്പോൾ പുള്ളിക്കാൻ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ചിലപ്പോൾ ചിന്തിച്ചുണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ ഒരു വലിയൊരു രാജ്യദ്രോഹ കുറ്റമാകും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷൻസ് വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിഷ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ ബെയിൽ പോലും കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിനെപ്പറ്റി സംസാരിക്കത്തുള്ളൂ. അപ്പം പുള്ളിക്കാനെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ എന്താ പറയുക, കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ലൈക്ക് പുള്ളിക്കാരൻ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നിരുന്നിട്ട് ലൈക്ക് എന്നെ അലറിൽ വീരൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളിക്കാരനെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റം പറയുന്നു. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൻ്റെ ഡൗൺ ഫേസിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു മോശഘട്ടത്തിൽ അയാളുടെ ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തി, ആ ഒരു കുറ്റങ്ങൾ അല്ലെങ്കിൽ ഒരാളിനെ ചവിട്ടി താഴ്ത്തി സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരുപാട് പേര് ഒരുപാട് ഗ്രഡ്ജസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ മനഃപൂർവ്വം അയാളങ്ങ് അടിച്ച് താഴ്ത്തി ഇനി അയാൾ തിരിച്ച് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതികരിക്കുന്നതായിട്ട് കണ്ടു. ഓക്കെ, അത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം നല്ലതാണ്. പക്ഷേ ഒരാളിനെ കംപ്ലീറ്റ്ലി അങ്ങ് തുടച്ച് നിൽക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങ് അടിച്ച് താഴ്ത്താം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളൊരു ചെറിയ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പ്രതികരിക്കാം, ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ്. ഇപ്പം ഞാൻ കൂടി പറയുന്നു പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, ആലോചിക്കാമായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാമായിരുന്നു. പക്ഷേ അതൊരു കണ്ടൻ്റ് ആക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഒരാളിന് മാക്സിമം ഒരു എന്താ പറയുക ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതേപോലെ ഏതോ യൂട്യൂബിൽ കണ്ടതാ പുള്ളിൻ്റെ വീട്ടിൽ ED വന്നു, അത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഈ യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് ED വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം വരുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. സോ നിങ്ങളാണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുക. സോ അഖിൽമാരാർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റ് തന്നെയാണ്. അതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഈ എല്ലാ കാലഘട്ടത്തിലും താങ്കളെ ഒരു വിഭാഗം ആളുകൾ അടിച്ചമർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അന്നും ഇന്നും നിങ്ങൾക്ക് ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾക്കൊരു ഫാൻസ് ഫോളോയിങ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വിഭാഗം ആൾക്കാർ കമൻറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു
എങ്ങനെയാണ് നിലനിർത്തി പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ബിഗ് ബോസിൽ പോണതിന് മുന്നെയോ അല്ലെങ്കിൽ അത് ആ ഒരു സമയത്തൊന്നും PR കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തത് തന്നെയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അതിപ്പോഴും ജെന്യൂനായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കാരണം PR വെച്ചിട്ട് കിട്ടുന്ന സ്നേഹങ്ങൾ PR കഴിയുമ്പോൾ പോകും. എൻ്റെ കൂടെ എപ്പോഴും ജെന്യൂനായിട്ട് കുറേ പേരുണ്ട്. പിന്നെ അവർ ഞാൻ നല്ല രീതിയിൽ നല്ല ഹൈറ്റ്സിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഇതേപോലെയുള്ള ചെറിയ സന്തോഷങ്ങൾ എനിക്ക് പങ്കിടാൻ പറ്റുന്നതും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞ കണക്ക് ബെൽമൗണ്ട് ഹെൽത്ത് കെയർ കമ്പനിയുടെ ഭാഗത്ത് നിന്നും എല്ലാവർക്കും ഗുണം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. എനിക്കത് സത്യം അറിയാം, പക്ഷേ നമ്മുടെ കമ്പനിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവർ അനൗൺസ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവും. എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവർക്കും ഒരേപോലെ ബെനിഫിറ്റ് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഈ ആയിരത്തിപ്പൊടിക്ക് ഓൾറെഡി ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ബ്രാൻഡോടെ തുടങ്ങി റോബിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾ തമ്മിലൊരു അസ്വാരസ്യങ്ങൾ കാണുന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ഒന്നുമില്ല. കാരണം ആരതിപ്പൊടി എന്ന് പറയുന്നത് അത്യാവശ്യം ബ്രൈഡൽ പ്രീമിയം ബേഴ്സ് നോക്കുന്ന ആളാണ്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ കുറച്ച് ചെറിയ ബഡ്ജറ്റിലുള്ള ക്ലോത്തിങ് മെറ്റീരിയൽസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെല്ലാം ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ലേഡീസ് മാത്രമല്ല, ജെൻസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഒരു കുർത്ത ഇതേപോലെ ചെയ്ത് നോക്കി. പക്ഷേ അതിൽ ഓൾമോസ്റ്റ് ഒരു 400 ഓർഡേഴ്സ് എല്ലാം വന്നു. സോ ഹാപ്പിയാണ്. സോ എന്താ പറയുക, അതിന് വെറുതെ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നൊന്നും ചിന്തിക്കരുത്. ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ഹാപ്പിയായിട്ട് നല്ല രീതിയിൽ പോകുന്നു. അല്ല, ഇതെന്ന് വെച്ചാൽ സാറിന് ഒരു വൈഫിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ബ്രാൻഡ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്തായാലും പ്രശ്നമില്ല. നിങ്ങളായിട്ട് ഇനി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ. അല്ല, സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഒരു കാര്യം, അഖിൽമാരാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ ഫുൾ ഇടണം. കാരണം ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഒരിക്കലും തംബ്നെയിൽസിൽ എന്താ പറയുക ഇട്ട് വെറുതെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു ചാനലെങ്കിലും ഇടുമെന്ന് എനിക്കറിയാം. അത്ര തന്നെയാണ്. പിന്നെ നിങ്ങളെല്ലാം വന്നതിൽ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാൻ പറ്റുമല്ലോ. ഇനി വീണ്ടും അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. അടുത്ത കണ്ടന്റ് തരാം. എന്താ ഒരു വീഡിയോ കയറുന്നത് എന്തോന്ന് പറയാം.